എല്ലാ ക്ഷീരകർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കിഷോറാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. എൻ്റെ ഫാം, എൻ്റെ വീട് എല്ലാം ചങ്ങനാശ്ശേരിയിലാണ്. ഞാനിപ്പോൾ ഇതിൽ വന്നേക്കുന്നത് നമ്മുടെ പ്രോവറ്റിൻ്റെ കമ്പനിയെപ്പറ്റി അല്ലെ അതിൻ്റെ ഉൽപ്പന്നങ്ങളെപ്പറ്റി ഒരു വാക്ക് പറയാനായിട്ടാണ്. ഞാൻ ഏകദേശം ഒരു 2 കൊല്ലത്തോളമായി പ്രോവറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഞാൻ അതിന് മുന്നേ മറ്റേ പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ പ്രോവറ്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും നല്ല ഉൽപ്പന്നം പ്രോവറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പല കമ്പനികളുടെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പലതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങൾ നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നു. ഈ ഒറ്റ കമ്പനി ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണം ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. മെയിനായിട്ട് പറയാനുള്ള റോ മിൽക്ക് പ്ലക്സ് മിക്സർ, നമുക്കതൊരു മെയിനായിട്ട് കാൽഷ്യം സപ്ലിമെൻ്റ് ആണ്. അതിലുപരി പശുക്കൾക്ക് വേണ്ട എല്ലാവിധ മിനറൽ മിക്സറുകളും അതിലടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഏതെങ്കിലും നോക്കുവാണെങ്കിൽ ഇതിലോ ഇല്ലാത്തത് ഇതിലുള്ളത് മറ്റേതിലില്ല, അല്ലെ നമ്മൾ 1-2 സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ഇതിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാകുമ്പം ഈ ഒറ്റ പാക്കറ്റിൽ തന്നെ എല്ലാ മിക്സറുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് പശുക്കൾക്കുണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി അത് പരിഹരിക്കപ്പെട്ടു. പിന്നെ പ്രധാനമായിട്ടും പശുക്കൾക്ക് മതിലക്ഷണം കാണിക്കുന്നത് അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പശുക്കൾ അല്ലെ ഡയറി ഫാമുകൾ പണി കിട്ടാൻ അല്ലെ പരാജയത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു മെയിൻ കാരണം പശുക്കൾ കൃത്യമായിട്ടുള്ള മതി കാണിക്കാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് കൊടുത്തു തുടങ്ങിയ പിന്നെ മിക്ക പശുക്കളും കൃത്യമായിട്ട് തന്നെ മതിലക്ഷണം കാണിച്ചു വരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. പിന്നെ അടുത്തത് ഫീഡപ്പീസിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഞാൻ പണ്ട് ഒരു 4 മാസം മുന്നേ ഒക്കെ തന്നെ ഞാനിപ്പോൾ ഫീഡപ്പീസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2-3 മാസമായിട്ടുണ്ട്. അതിനു മുന്നേ നമ്മൾ തീറ്റ കൊടുത്ത പെല്ലറ്റ് കൊടുത്തു, പരുത്തി കൊടുത്തു, ഏതൊരു ആഹാരം കൊടുത്താലും പശു ഒരു 2 മാസം അല്ലെ ഒരു 10 ദിവസം എങ്ങനെയാണെങ്കിലും നമ്മളിതിന് വയറ്റിളക്കത്തിന് വേണ്ടി ചികിത്സിക്കേണ്ടി വരും. ഗ്യാസ് കയറും, വയറിളകും. നമ്മൾ ഗ്യാസിനുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുത്താലും യാതൊരുവിധ ഫലവും അതിലുണ്ടാകത്തില്ല. ഫീഡപ്പ് ഈസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയതിൽ പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ദഹനം നല്ലപോലെ നടക്കുന്നുണ്ട്. ദഹനം പൂർണ്ണമായിട്ട് നടന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനുള്ള അതിൻ്റെ കണക്കിനുള്ള പാല് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ കുറേ വേസ്റ്റായി പോയിട്ട് കാര്യമില്ല. ഈസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ കൊടുക്കുന്ന ഫുഡിനുള്ള മാക്സിമം ഔട്ട്പുട്ട് പാലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചാണകം ഒരിക്കലും ഇളകി പോകത്തില്ല. കൂടെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും. മുറുകിയാണ് ചാണകം പോകുന്നത്. നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാനും എളുപ്പമാണ്. പശുക്കൾക്ക് വായു സംബന്ധമായിട്ട് ഗ്യാസ് ട്രബിളോ അങ്ങനെ യാതൊരുവിധ തകരാറും ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മുടെ ഇതിലുള്ള ക്ഷീരകർഷകർ, ഇത് കേൾക്കുന്ന കർഷകർ, ഇനി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ എല്ലാവരും ഈ ഫീഡപ്പ് ഈസ്റ്റും ഇതുപോലെ തന്നെ പ്രോ മിൽക്കിൻ്റെ മിക്സറും അതായത് പ്രോവറ്റിൻ്റെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയും. നന്ദി, നമസ്കാരം.